കടം വാങ്ങരുത്, കടം ഒരു ഭാരമാണ്. ഇങ്ങനെയല്ലേ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്? സത്യം പറഞ്ഞാൽ എല്ലാ കടങ്ങളും മോശമല്ല. ചിലതരം കടങ്ങൾ നമ്മളെ രക്ഷകരെ പോലെ സഹായിക്കും, ചിലത് ശരിക്കും വില്ലന്മാരാണ്. അപ്പോൾ ഏതാണ് നല്ല കടം, ഏതാണ് ചീത്ത കടം? നമുക്ക് നോക്കാം. ആദ്യം നല്ല കടം. സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് വരുമാനം നേടിത്തരുന്നതോ അല്ലെങ്കിൽ കാലക്രമേണ വില കൂടുന്നതോ ആയ സാധനങ്ങൾ വാങ്ങാൻ എടുക്കുന്ന കടമാണ് ഇത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ വായ്പ, എഡ്യൂക്കേഷൻ ലോൺ. പഠനം കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, വരുമാനവും കൂടും. അടുത്തത് ഭവന വായ്പ, ഹോം ലോൺ. വീടിൻ്റെ വില ഭാവിയിൽ കൂടുമല്ലോ. അല്ലെങ്കിൽ ബിസിനസ് ലോൺ. ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംരംഭത്തിനാണ് നമ്മൾ ബിസിനസ് ലോൺ എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നല്ല കടം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? പലിശ കുറവായിരിക്കും. ചിലപ്പോൾ ടാക്സ് ഇളവുകളും കിട്ടും. കറക്റ്റായി തിരിച്ചടച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ചീത്ത കടം നോക്കാം. നമ്മൾ കാശ് കൊടുത്തു വാങ്ങുമ്പോൾ തന്നെ വില കുറയുന്നതോ അല്ലെങ്കിൽ വരുമാനം തരാത്തതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്നതാണ് ചീത്ത കടം. ഇത് നമുക്കൊരു ബാധ്യതയാണ്. ഉദാഹരണത്തിന് ഉയർന്ന പലിശയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ യാത്രകൾക്കോ മറ്റ് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾക്കോ എടുക്കുന്ന ചില പേഴ്സണൽ ലോണുകൾ, കൂടാതെ കാർ ലോണുകളും മിക്കവാറും ചീത്തക്കടത്തിൽ പെടും. കാരണം ലോൺ അടച്ചു തീരും മുൻപേ കാറിന്റെ വില കുറയും. എന്തുകൊണ്ടാണ് ഇത് ചീത്ത കടമാവുന്നത്? പലിശ ഭയങ്കര കൂടുതലായിരിക്കും. അതിലൂടെ ഒരു വരുമാനവും ഉണ്ടാകുന്നുമില്ല. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ കടത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ തന്നെ അത് മോശമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കടവും ഒഴിവാക്കണമെന്ന ചിന്ത തെറ്റാണ്. നല്ല കടം നമ്മളെ വളർത്തും, നമ്മുടെ സ്കോർ കൂട്ടും. ചീത്ത കടം ഒരു പക്ഷേ വലിയ തിരിച്ചടിയാകാം, ഒരു ഭാരവുമാകും. ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്താൽ കടം നമുക്ക് ഒരു വഴികാട്ടിയാവുക തന്നെ ചെയ്യും.